നിങ്ങൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് കോട്ടയം പുഷ്പനാഥിൻ്റെ കുറ്റാന്വേഷണ നോവലായ ഭീകര നിമിഷങ്ങൾ. അവരും ക്ലോക്കിൽ മണിയടിക്കുന്നത് കേട്ടിരുന്നു. മോളെ കാണുന്നില്ലല്ലോ, വർമ്മ ഭാര്യയോട് പറഞ്ഞു. ഇന്നലെയും 5 കഴിഞ്ഞല്ലേ വന്നത്? അവർ സമാധാനിപ്പിക്കാൻ പറഞ്ഞുവെങ്കിലും ഉള്ളിൽ ആശങ്കയുണ്ടായിരുന്നു. സ്കൂളിലെ ഈ കളിയൊന്നും അഞ്ജുവിന് വേണ്ടാന്ന് നാളെ പറഞ്ഞേക്കണം. കുട്ടിയെ കാണാത്തപ്പം പരിഭ്രമിക്കുന്നത് നമ്മളാ. കളിച്ചു കിട്ടുന്ന സമ്മാനമൊന്നും നമുക്ക് വേണ്ട, വർമ്മ പറഞ്ഞു. ഞാനും അത് ആലോചിക്കാതിരുന്നില്ല. എന്തിനപ്പോ നമുക്ക് സമ്മാനം? അങ്ങനെയുള്ള മതിപ്പൊന്നും വേണ്ട. ആ കേളുനായരൊന്ന് കാണട്ടെ, അവർ ഭർത്താവിൻ്റെ അഭിപ്രായത്തോട് യോജിച്ചുകൊണ്ട് പറഞ്ഞു. എന്താ കാണുന്നില്ലല്ലോ? ഇപ്പോ പകൽ കുറവാ, മണി 5 കഴിഞ്ഞതേ ഉള്ളൂ, ഇരുണ്ടു തുടങ്ങി. അതെ, പിന്നെ ഇന്നലെയും താമസിച്ചല്ലോ. ഏതായാലും 5:30 വരെ കാക്കാം. വാസുക്കുട്ടി മോശക്കാരനല്ല, കൊച്ചമണി തമ്പുരാട്ടി പറഞ്ഞു. ഇപ്പോ എന്തുണ്ടായെന്നാ നീ നിരീക്കുന്നേ? ശങ്കിക്കാൻ എന്തുണ്ടായി? ഒന്നും ഉണ്ടായിട്ടല്ല, വെറുതെ ഒരു പ്രയാസം. നേരം ഇരുളുന്നു. 1/2 മണിക്കൂർ കൂടെ കഴിയട്ടെ, ഞാൻ ഇറങ്ങാം, വർമ്മ സമാധാനിപ്പിച്ചു. ക്ലോക്ക് ശബ്ദിച്ചുകൊണ്ടിരുന്നു. ഗേറ്റിന് പുറത്തുള്ള റോഡിൽ കൂടി വാഹനങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരുന്നു. തെക്കുനിന്നും വാഹനത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ രണ്ടുപേരും ശ്രദ്ധിക്കും. വാഹനം കടന്നു പോകുമ്പോൾ നിരാശരാകും. അടുത്തു വരുന്ന കാറിൽ അവൾ കാണുമായിരിക്കും, തീർച്ച, വർമ്മ ഭാര്യയെ സമാധാനപ്പെടുത്തി. പക്ഷേ പിന്നീട് വന്നത് ഒരു ഫിയറ്റ് കാർ ആയിരുന്നു. വർമ്മയുടെ അംബാസഡർ കാർ വന്നു കണ്ടില്ല. ഇനി വല്ല മീറ്റിംഗ് കാണുമോ? കൊച്ചമണി ചോദിച്ചു. ചിലപ്പോ അങ്ങനെ ആയിരിക്കും. ഇപ്പോ സ്കൂളിൽ മീറ്റിംഗ് സർവ്വസാധാരണയാണല്ലോ. ഇനി വല്ല കുഴപ്പവും ഉണ്ടെങ്കിൽ തന്നെ വാസുക്കുട്ടി വന്ന് പറയാതിരിക്കുവോ? വർമ്മയുടെ ഭാര്യ സ്വയം സമാധാനിക്കുവാൻ വേണ്ടി പറഞ്ഞു. അവൻ അത്ര മോശക്കാരനൊന്നുമല്ലല്ലോ. ക്ലോക്കിൽ 6 മണി അടിച്ചു. അയ്യോ, മണി 6. ഇനി എനിക്ക് കാത്തിരിക്കാൻ വയ്യ. ഇത്ര താമസിക്കൂല. കൊച്ചമണി തമ്പുരാട്ടിയുടെ ഭാവം മാറി. അതുവരെ അവർ സമ്പാദിച്ചിരുന്ന ധൈര്യമെല്ലാം മണി 6 അടിക്കുന്നത് കേട്ടപ്പോൾ അവര് വിട്ടുപോയി. കാറിന് വല്ലതും സംഭവിച്ചോ ആവോ? യന്ത്രമല്ലേ, ഒരു നട്ട് തെറിച്ചു പോകാൻ അധിക സമയം വേണോ? വർമ്മ വീണ്ടും സമാധാനം കണ്ടെത്താൻ ശ്രമിച്ചു. ക്ലോക്ക് വീണ്ടും ശബ്ദിച്ചുകൊണ്ടിരുന്നു. തമ്പുരാട്ടിയുടെ കണ്ണുകളിൽ ഈറം കിനിഞ്ഞു വന്നു. അവരുടെ ഹൃദയസ്പന്ദനത്തിന് വേഗത കൂടിക്കൊണ്ടിരുന്നു. പക്ഷെ വർമ്മ പല സമാധാനങ്ങളും കണ്ടെത്തുകയാണ്. ഒരു കാര്യം ചെയ്യൂ, സ്കൂളിലേക്കൊന്ന് വിളിച്ചു ചോദിച്ചാലോ? വർമ്മ ചോദിച്ചു. ഇപ്പോഴാണല്ലോ അത് തോന്നിയത്, കൊച്ചമണി പരിഭവിച്ചു. വർമ്മ റിസീവർ എടുത്ത് സ്കൂളിലെ നമ്പർ ഡയൽ ചെയ്തു. സ്കൂളല്ലേ? ഇത് ജഗന്നാഥവർമ്മ സംസാരിക്കുന്നു. ഇതുവരെ അഞ്ജുവിനെ കണ്ടില്ല. എന്താണ് കുട്ടി വരാൻ താമസിക്കുന്നത്? 4:30 മണിക്ക് സ്കൂൾ വിട്ടോ? ഇതുവരെ വന്നില്ല. വർമ്മയ്ക്ക് ആകെ പരിഭ്രമമായി. ഇനി എന്തു ചെയ്യും? പോലീസിൽ വിവരം അറിയിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. സ്റ്റേഷനിൽ വിളിച്ച് വിവരം നൽകി. നേരം ഇരുണ്ടു. കാർ വന്ന് ചേർന്നില്ല. ഞാൻ അന്വേഷിച്ചിട്ട് വരാം. വർമ്മ വേഷം മാറി പുറത്തേക്കിറങ്ങി. ഒരു ടാക്സി വിളിച്ച് അദ്ദേഹം സ്കൂളിലെത്തി. 4:30 മണിക്ക് ഡ്രൈവർ കാറുമായി വന്ന് കുട്ടിയെ കൊണ്ടുപോയിരിക്കുന്നു. ആ വിവരം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ വർമ്മയ്ക്ക് മറ്റാശയം തോന്നി. വർക്ക്ഷോപ്പുകളിലെല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങുക. ചിലപ്പോൾ വണ്ടി എന്തെങ്കിലും പണിക്ക് കയറ്റിയിട്ടുണ്ടാവും. അറിവിലുള്ള എല്ലാ വർക്ക്ഷോപ്പുകളിലും പോയി. പക്ഷേ അവിടെയെങ്ങും കാർ എത്തിയിട്ടില്ല. വഴിക്കെങ്ങും കാർ വന്നിട്ടുമില്ല. വീണ്ടും സ്കൂളിലെത്തി. ബോർഡിങ്ങിൻ്റെ ചാർജുള്ള മദർ ഇറങ്ങി വന്നു. ഇതുവരെ കണ്ടില്ലേ? അവർ ചോദിച്ചു. ഇല്ല, ആകെ ഭയമാകുന്നു. അഞ്ജുവിൻ്റെ ക്ലാസ് ടീച്ചർ ഇവിടാണോ താമസം? വർമ്മ ചോദിച്ചു. അതെ, സിസ്റ്റർ മേരി. വിളിക്കണോ? വേണം. അവർ ഉടൻ അകത്തേക്ക് പോയി. അല്പസമയം കഴിഞ്ഞപ്പോൾ സിസ്റ്റർ മേരി വന്നു. അഞ്ജുവിൻ്റെ അച്ഛനെ അവർക്ക് അറിയാമായിരുന്നു. ഇതുവരെ കുട്ടി വന്നില്ല അല്ലേ? അവർ ചോദിച്ചു. ഇല്ല, എന്ത് പറ്റിയെന്ന് അറിഞ്ഞുകൂടാ. അവളെ ആരെങ്കിലും വിശേഷവിധിയായി കാണാൻ വന്നിരുന്നോ? വർമ്മ ചോദിച്ചു. സിസ്റ്റർ മേരി അല്പസമയം ചിന്തിച്ചു. മിക്കവാറും രക്ഷകർത്താക്കൾ കുട്ടികളുടെ വിവരങ്ങൾ അറിയുവാൻ വരാറുണ്ട്. അതൊക്കെ അവർ ഓർത്തിരിക്കാറുണ്ട്. 2-3 ദിവസം മുമ്പ് ഒരു താടിക്കാരൻ അഞ്ജുവിനെ കാണാൻ വന്നിരുന്നു, അവർ പറഞ്ഞു. താടിക്കാരനോ? അങ്ങനെ ഒരാൾ ഞങ്ങളുടെ ബന്ധത്തിലില്ലല്ലോ. വർമ്മ നെറ്റിയിൽ തടവിക്കൊണ്ട് നിന്നു. അമ്മാവനാണെന്ന് പറഞ്ഞു. ഗൾഫിൽ നിന്നും അവധിക്ക് വന്നതാണെന്നും പറഞ്ഞ് കുട്ടിക്ക് ചോക്ലേറ്റ് കൊടുക്കുകയും ചെയ്തു. വീട്ടിൽ പറഞ്ഞില്ലേ? അമ്മയോട് പറഞ്ഞിരിക്കും. എന്നോട് പറയാൻ മറന്നതായിരിക്കും. പിന്നീട് അയാളെ കണ്ടോ? ഇല്ല, ഒരു തവണയേ കണ്ടുള്ളൂ. വർമ്മയ്ക്ക് സംശയമായി.
എവിടെയോ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഒന്നും വ്യക്തമല്ല. ആരായിരിക്കും അത്? സ്കൂളിൽ നിന്നിട്ട് ഇനി കാര്യമില്ലെന്ന് കണ്ട് വർമ്മ അവിടെ നിന്ന് തിരിച്ചു. വഴിയിലൊക്കെ ഒരന്വേഷണം കൂടി നടത്തിയ ശേഷം അദ്ദേഹം മടങ്ങി. വീട്ടിലെത്തിയപ്പോൾ ഭാര്യ കൊച്ചമണി തമ്പുരാട്ടിയും അടുത്ത വീടുകളിലെ ആൾക്കാരും അവിടെ ഇരിക്കുന്നത് ഗേറ്റിലെത്തിയപ്പോൾ കണ്ടു. എല്ലാവരും ദുഃഖാകുലരായിട്ടാണ് ഇരിക്കുന്നത്. കുറച്ചു മുമ്പ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഫോൺ വന്നിരുന്നു, തമ്പുരാട്ടി പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഉദ്യോഗത്തോടെ വർമ്മ ചോദിച്ചു. നിങ്ങൾ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ജഗന്നാഥവർമ്മ അതിവേഗം മുറ്റത്ത് കിടന്ന ടാക്സിയിൽ കയറി. കാർ ഗേറ്റ് കടന്ന് പാഞ്ഞു. അദ്ദേഹം പോലീസ് സ്റ്റേഷനിലെത്തി. സുഹൃത്തുകൂടിയായ പോലീസ് ഇൻസ്പെക്ടർ മിസ്റ്റർ ഇസ്മയിൽ അദ്ദേഹത്തോട് ഇരിക്കാൻ പറഞ്ഞു. എൻ്റെ മകളെ കണ്ടോ? അവൾ എവിടുണ്ട്? വർമ്മയ്ക്ക് കാത്തിരിക്കുവാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ആകെ പതറിയിരിക്കുകയാണ്. കുട്ടിയെ ഉടൻ തന്നെ കണ്ടിട്ടില്ലെങ്കിൽ അദ്ദേഹം പൊട്ടിത്തെറിച്ചു പോകും എന്ന രീതിയിലാണ് ഇരിക്കുന്നത്. ആ പിഞ്ചു കുഞ്ഞിൻ്റെ മുഖം 1000 മടങ്ങായി അദ്ദേഹത്തിൻ്റെ മനോമുകുരത്തിൽ പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ കിളിക്കൊഞ്ചലുകൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഒരു തിരശീലയിൽ എന്നതുപോലെ മിന്നിത്തെളിയുന്നു. മിസ്റ്റർ വർമ്മ, ഞാൻ വിവരങ്ങളൊക്കെ പറയാം. താങ്കൾ സാവകാശമായി കേൾക്കണം, ഇസ്മയിൽ സമാശ്വസിപ്പിക്കാൻ എന്ന രൂപേണ പറഞ്ഞു. അപ്പോൾ അവളെ കണ്ടു കിട്ടിയില്ലേ? വർമ്മ ഉത്കണ്ഠാകുലനായി. ക്ഷമയുണ്ടെങ്കിൽ ഞാൻ പറയാം. ഇസ്മയിൽ ചായ കൊണ്ടുവരാൻ ഒരു കോൺസ്റ്റബിളിനോട് പറഞ്ഞു. അഞ്ജുവിൻ്റെ വിവരമൊന്നും കിട്ടിയില്ലെന്നാണോ പറഞ്ഞു വരുന്നത്? വർമ്മ ചോദിച്ചു. അല്ല, അഞ്ജുവിന് അപകടമൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ചിലതൊക്കെ സംഭവിച്ചു. അതിൽ അഞ്ജു രക്ഷപ്പെട്ടു. ഇസ്മയിൽ ഒരു സിഗരറ്റിന് തീ കൊളുത്തി. എന്താണ്, പറയൂ. ഞാൻ വിശദമായി പറയാം. കുട്ടിയെ നാം ഉദ്ദേശിക്കുന്ന രീതിയിൽ ആരും തട്ടിക്കൊണ്ടുപോയിട്ടില്ല. എന്നാൽ കുട്ടിയെ ആരോ തൽക്കാലത്തേക്ക് അപഹരിച്ചിട്ടുണ്ട്. ഈ സമയം കോൺസ്റ്റബിൾ ഹോട്ടലിൽ നിന്ന് ചായ കൊണ്ടുവന്നു. ഇത് കുടിക്കൂ. നമുക്കൊരു സ്ഥലം വരെ ഉടൻ പോകണം, ഇൻസ്പെക്ടർ നിർബന്ധിച്ചു. വർമ്മ മനസ്സോടെ ചായക്കപ്പ് എടുത്തു മുത്തി. അവർ പോലീസ് ജീപ്പിൽ കയറി. ജീപ്പ് പാഞ്ഞു. ഇസ്മയിൽ തന്നെയാണ് ജീപ്പ് ഓടിച്ചിരുന്നത്. കുറേ ദൂരം ഓടിക്കഴിഞ്ഞപ്പോൾ വലതുവശത്തേക്കുള്ള ഒരു ചെറിയ റോഡിലേക്ക് ജീപ്പ് തിരിച്ചു. 1 കിലോമീറ്റർ കൂടി ഓടിയപ്പോൾ ജീപ്പിൽ നിന്ന് അടിക്കുന്ന ലൈറ്റിന്റെ പ്രകാശത്തിൽ കുറേ ആളുകൾ കൂടി നിൽക്കുന്നത് കണ്ടു. ആ കൂട്ടത്തിൽ പോലീസുകാരും ഉണ്ടായിരുന്നു. അടുത്തു ചെന്നപ്പോൾ വർമ്മയ്ക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. വർമ്മയുടെ അംബാസഡർ കാറിൻ്റെ ചുറ്റുമാണ് അവർ കൂടി നിൽക്കുന്നത്. തൻ്റെ മകളെ സ്കൂളിൽ നിന്നും ഡ്രൈവർ വാസുക്കുട്ടി കൂട്ടിക്കൊണ്ടുവന്നത് ആ കാറിലാണെന്ന് സ്കൂളിൽ ചെന്നപ്പോൾ സിസ്റ്റർ പറഞ്ഞതാണ്. ജീപ്പ് നിർത്തിയ ഉടനെ വർമ്മ അതിൽ നിന്ന് ചാടി ഇറങ്ങി കാറിൻ്റെ അടുത്തേക്ക് പാഞ്ഞു. നിൽക്കൂ, ഇസ്മയിൽ അദ്ദേഹത്തെ കടന്നു പിടിച്ചു. പക്ഷെ വർമ്മ കൈ കുതിർച്ച് കാറിൻ്റെ അടുത്തേക്ക് പാഞ്ഞു. അദ്ദേഹം അതിനുള്ളിൽ കണ്ട കാഴ്ച ഭയാനകമായിരുന്നു. കാറിൻ്റെ പിൻസീറ്റിൽ ഡ്രൈവർ വാസുക്കുട്ടി മലർന്നു കിടക്കുന്നു. അയാളുടെ ശിരസിൽ നിന്നും രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. കൃഷ്ണമണികൾ മുകളിലേക്ക് ഉയർന്നിരിക്കുന്നു. മരണം നടന്നിട്ട് അധിക സമയം ആയെന്ന് തോന്നുന്നില്ല. അഞ്ജുവിനെ അവിടെയൊന്നും കാണാനില്ല. വർമ്മ ഇതികർത്തവ്യതാമൂഢനായി നിന്നു. എന്ത് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് നിശ്ചയമില്ലായിരുന്നു. ഈ കാർ യാദൃശികമായാണ് കണ്ടത്. ഇവിടെ ഒരു കാർ വെറുതെ കിടക്കുവാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് 2 കാൽനട യാത്രക്കാർ കാറിനെടുത്ത് ചെന്ന് അകത്തേക്ക് ലൈറ്റ് തെളിയിച്ചു നോക്കി. അപ്പോഴാണ് ഇത് കണ്ടത്, ഇൻസ്പെക്ടർ ഇസ്മയിൽ പറഞ്ഞു. ഈ കാർ ഇവിടെ എങ്ങനെ വന്നു? വർമ്മ സംശയം പ്രകടിപ്പിച്ചു. ആ റോഡിൽ കൂടി കാർ സഞ്ചരിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ലായിരുന്നു. വർമ്മയുടെ വസതിയിലേക്ക് വരാൻ ആ വഴി വരേണ്ട കാര്യമില്ല. ആ റോഡ് മറ്റൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അഞ്ജുവിന് എന്ത് സംഭവിച്ചു? വർമ്മ മന്ത്രിച്ചു കൊണ്ടിരുന്നു. ആരോ കുട്ടിയെ അപഹരിക്കാൻ വേണ്ടി മുൻകൂട്ടി പ്ലാൻ തയ്യാറാക്കിയിരിക്കണം. അങ്ങനെ വേണം നാം കരുതാൻ, ഇസ്മയിൽ തുടർന്നു. സ്കൂളിൽ നിന്നും കുട്ടിയെ കൂട്ടിക്കൊണ്ട് ഡ്രൈവർ പോരുന്ന വഴിക്ക് അക്രമി കൈ കാണിച്ച് കാറിൽ കയറിയിരിക്കണം. കയറി കഴിഞ്ഞ് കാർ അയാൾ നിർദ്ദേശിച്ച വഴിക്ക് വിടാൻ നിർബന്ധിച്ചിരിക്കണം. ഇതിനിടെ കുട്ടിയെ ബോധം കെടുത്തിയിരിക്കണം. അക്രമികൾ ഒന്നിലധികം ഉണ്ടാകാനാണ് സാധ്യത. കുട്ടിയെ അപഹരിച്ച ശേഷം ഡ്രൈവറെ കൊന്നുകളഞ്ഞതിൻ്റെ കാരണം വ്യക്തമാണ്. വർമ്മയ്ക്ക് ഒന്നും മനസ്സിലായില്ല. അദ്ദേഹം ഇസ്മയിൽ പറയുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ നിന്നു. അക്രമികളെ വാസുകുട്ടിക്ക് നന്നായി അറിയാം. അതാണ് അയാളെ കൊന്നുകളഞ്ഞത്, ഇസ്മയിൽ സ്ഥിരീകരിച്ചു. കാരണം? കുട്ടിയെ കടത്തിക്കൊണ്ടുപോയാൽ അയാൾ നിങ്ങളുടെ അടുത്ത് വിവരം പറയും. പക്ഷേ അവർ കുട്ടിയെ ഒന്നും ചെയ്തിരിക്കില്ലെന്ന് വേണം കരുതാൻ. വർമ്മയ്ക്ക് യാതൊരു മറുപടിയും പറയാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ തന്നെ അദ്ദേഹം എന്തു പറയും? ഡ്രൈവറെ കൊന്ന ശേഷം കുട്ടിയെ അപഹരിച്ചത് എന്തിന്?
5 വയസ്സുള്ള ആ കുട്ടിയെ എന്താവശ്യത്തിനാണ് കൊണ്ടുപോയത്? ഭിക്ഷക്കാർ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാറുണ്ട്. കൊച്ചുകുട്ടികളെ മയക്കിക്കൊണ്ടുപോയി അംഗവൈകല്യം വരുത്തി ഭിക്ഷ യാചിക്കുവാൻ പറഞ്ഞു വിടാറുണ്ട്. പക്ഷേ വാസുകുട്ടിയെ പോലുള്ള ആരോഗ്യമുള്ള ഒരാളെ കീഴ്പ്പെടുത്തി കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാനുള്ള കരുത്ത് അവർക്കൊരിക്കലും കാണുകയില്ല. 1-2 പേരെ നേരിടാൻ അയാൾ മാത്രം മതി. ഭിക്ഷാടനക്കാരോ സന്യാസി വേഷം കെട്ടി നടക്കുന്ന അക്രമികളോ വാസുക്കുട്ടിയെ കണ്ടാൽ ഒഴിഞ്ഞു മാറുകയുള്ളൂ. കാർ ഊടുവഴിയിൽ കൊണ്ടിട്ട സ്ഥിതിക്ക് അവിടെ എവിടെയോ വച്ചായിരിക്കണം കുട്ടിയെ അപഹരിച്ചത്. ഇസ്മയിലിന്റെ സംശയം അസ്ഥാനത്തല്ലെന്ന് സർക്കിൾ ഇൻസ്പെക്ടർക്കും വർമ്മയ്ക്കും തോന്നി. പരിചയക്കാർ തന്നെ ആയിരിക്കും കുട്ടിയെ അപഹരിച്ചത്. അല്ലെങ്കിൽ വാസുക്കുട്ടിയെ കൊല്ലുകയില്ല. ആരായിരിക്കും? വാസുക്കുട്ടിയുടെ മൃതദേഹം ഇൻക്വസ്റ്റ് തയ്യാറാക്കി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. കാറിൽ വെച്ച് നടന്നതിനാൽ പോലീസ് നായയെ കൊണ്ടുവരുന്നതിന് ഫലമില്ലെന്ന് കണ്ട് അത് വേണ്ടെന്ന് വെച്ചു. മിസ്റ്റർ വർമ്മ, താങ്കൾ കൂടി സ്റ്റേഷനിൽ വരണം. ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്, ഇൻസ്പെക്ടർ ആവശ്യപ്പെട്ടു. തന്റെ കുഞ്ഞിനെ കണ്ടുപിടിക്കുന്നതിന് എന്ത് ചെയ്യുവാനും വർമ്മ തയ്യാറായിരുന്നു. അദ്ദേഹം സ്റ്റേഷനിലേക്ക് പോയി. ഈ സംഭവത്തിൽ വാസുക്കുട്ടിയോ അയാളുടെ ബന്ധുക്കളോ കുറ്റക്കാരല്ലെന്ന് നമുക്ക് ഉറപ്പിക്കാം. ആ നിഗമനത്തിൽ വേണം നാം കേസ് അന്വേഷണവുമായി മുന്നോട്ടു പോകാൻ ഇസ്മയിൽ തുടക്കമിട്ടു. ഈ അവസരത്തിൽ ഒരു കാർ സ്റ്റേഷന്റെ മുന്നിൽ വന്നു നിന്നു. അതിനുള്ളിൽ നിന്നും പ്രസിദ്ധ ഡിറ്റക്റ്റീവ് ഉദ്യോഗസ്ഥനായ പുഷ്പരാജ് ഇറങ്ങി വന്നു. ഹലോ മിസ്റ്റർ പുഷ്പരാജ്, താങ്കൾ വന്നത് നന്നായി. ഇസ്മയിൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. അതിനുശേഷം നടന്ന സംഭവം മുഴുവൻ ചുരുക്കത്തിൽ അദ്ദേഹത്തെ ധരിപ്പിച്ചു. അടുത്ത കാലത്ത് നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട സംഭവം നടന്നോ? പുഷ്പരാജ് വർമ്മയോട് ചോദിച്ചു. പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ വിവാഹമോ മറ്റു മംഗളകർമ്മങ്ങളോ നടന്നിട്ടില്ല. അത് ശരി. ഞാൻ ഉദ്ദേശിച്ചത് സാമ്പത്തികമായി മേന്മയുണ്ടാകുന്നതോ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ടതോ ആയ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നാണ്. 1 മാസത്തിനപ്പുറം ഒരു ഭാഗം നടന്നു, വർമ്മ പറഞ്ഞു. അതേക്കുറിച്ച് ഒരു വിവരണം തരാൻ കഴിയുമോ? എൻ്റെ അനുജൻ കേരളവർമ്മയും ഞാനും തമ്മിലുള്ള ഭാഗം പിരിച്ചിലാണ് നടന്നത്. അത് തുല്യമായിരുന്നു. അവൻ ആവശ്യപ്പെട്ടതൊക്കെ ഞാൻ കൊടുത്തുവിട്ടു. ആവശ്യപ്പെട്ടതെന്ന് പറഞ്ഞാൽ? അങ്ങനെ അവൻ ഒന്നും ചോദിച്ചില്ല. കൃത്യമായി ഓരോന്നും വീതിച്ചപ്പോൾ മതിയോ എന്ന് ഞാൻ എപ്പോഴും തിരക്കിയിരുന്നു. ഭാഗം വെച്ചതിൽ വളരെ പ്രധാനമായത് എന്തായിരുന്നു? പുഷ്പരാജ് ചോദിച്ചു. കിരീടം. അതെന്ത് ചെയ്തു? അത് വിലയ്ക്ക് വിറ്റു. എത്ര രൂപ കിട്ടി? 5 ലക്ഷം രൂപ. ആ രൂപ സമമായി വീതിച്ചുവോ? ഉവ്വ്. അക്കാര്യത്തിലും നിങ്ങൾ തമ്മിൽ പിണക്കമുണ്ടായില്ല അല്ലേ? ഇല്ല. ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ അറിവിൽ ഒരിക്കലുമില്ല. കിരീടം ലേലത്തിന് വെക്കുകയാണോ ചെയ്തത്? അല്ല, കുടുംബത്തിൽ നിന്ന് കിരീടം നഷ്ടപ്പെട്ടിരുന്നത് ഞങ്ങൾക്ക് 2 പേർക്കും ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ അത് ഒരാൾ കയ്യിൽ വെക്കുന്നതും ഇഷ്ടമില്ലായിരുന്നു. ഞങ്ങൾക്കല്ല, ഞങ്ങളുടെ ഭാര്യമാർക്ക്. അവരുടെ നിർബന്ധപ്രകാരമാണ് അത് വിലയ്ക്ക് വിൽക്കേണ്ടി വന്നത്. വാങ്ങിയത് അന്യരാരും തന്നെയല്ല, എൻ്റെ ഭാര്യയുടെ സഹോദരനാണ്. അളിയൻ സാമ്പത്തിക ശേഷിയുള്ള ആളാണോ? അതെ. സിംഗപ്പൂരിൽ ഒരു ഹോട്ടൽ നടത്തുന്നുണ്ട്, ബാങ്കുണ്ട്, നാട്ടിൽ തന്നെ അളവറ്റ സ്വത്തുണ്ട്. അതുകൊണ്ട് അത് അദ്ദേഹം വാങ്ങുന്നത് ഞങ്ങൾക്ക് 2 കൂട്ടർക്കും താല്പര്യമായിരുന്നു. കിരീടം അനുജന് വാങ്ങിയാൽ കൊള്ളാമായിരുന്നു എന്നുണ്ടായിരുന്നോ? പുഷ്പരാജ് ചോദിച്ചു. ഏയ് ഇല്ല. അനുജന്റെ അളിയൻ ഒരാൾ അമേരിക്കയിൽ പഠിക്കുന്നുണ്ട്. അയാളുടെ പഠന ചെലവിന് പണം ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കിരീടം വിൽക്കാൻ അയാൾ നിർബന്ധം പിടിച്ചത്. അളിയൻ ഇപ്പോൾ എവിടെയാണ്? അമേരിക്കയിൽ തന്നെയാണ്. നിങ്ങളുടെ അളിയനോ? ഇപ്പോൾ ഇവിടുണ്ട്. ഇനി ഭാഗം വയ്ക്കുവാൻ എന്തെങ്കിലും ഉണ്ടോ? പുഷ്പരാജ് ചോദിച്ചു. ഇല്ല. മിസ്റ്റർ വർമ്മ, ഒരു കാര്യം ചെയ്യണം. നിങ്ങളെ ആരെങ്കിലും ഫോണിൽ വിളിക്കും, അല്ലെങ്കിൽ നേരിൽ കാണാൻ വരും. ആ വിവരങ്ങൾ ഇവിടെ അറിയിക്കണം. അപ്പോൾ എൻ്റെ കുഞ്ഞ് സമാധാനമായിരിക്കണം. ഈ സമയം ഫോൺ ബെൽ ശബ്ദിച്ചു. ആരാണ് ഫോണിൽ സംസാരിച്ചതെന്ന് അറിയുവാൻ പുഷ്പരാജും വർമ്മയും ഇൻസ്പെക്ടർ ഇസ്മയിലിന്റെ നേർക്ക് തിരിഞ്ഞു. ഇത് വർമ്മയ്ക്കുള്ളതാണ്. ഇസ്മയിൽ റിസീവർ വർമ്മയുടെ കയ്യിൽ കൊടുത്തു. ആരാണ്? കൊച്ചമ്മണിയോ? എന്ത്? ഫോണിലോ? ഞാൻ ഉടൻ തന്നെ വരുന്നു. വർമ്മ റിസീവർ ഇൻസ്പെക്ടറുടെ കയ്യിൽ കൊടുത്തു. എന്താണ് വിശേഷം? പുഷ്പരാജ് ചോദിച്ചു. ആരോ ഫോണിൽ സംസാരിച്ചുവെന്ന്. കുട്ടിയെക്കുറിച്ചുള്ള വിവരം അറിയാമെന്നാണ് പറഞ്ഞത്. ഇതൊരു ശുഭവാർത്തയാണ്. അക്രമി വളരെ വേഗം രംഗത്തിറങ്ങിയിരിക്കുന്നു, പുഷ്പരാജ് പറഞ്ഞു. അതെ മിസ്റ്റർ വർമ്മ, വീട്ടിലേക്ക് തന്നെ പോകട്ടെ.
പിന്നെ മറ്റു കാര്യങ്ങൾ പുഷ്പരാജ് പറഞ്ഞതുപോലെ. ഒരു സംഗതി വളരെ ശ്രദ്ധിക്കണം. ആര് വിളിച്ചാലും തനിച്ച് ഒരു സ്ഥലത്ത് പോകരുത്. ഇൻസ്പെക്ടർ മുന്നറിയിപ്പ് നൽകി. ജഗന്നാഥ വർമ്മ വീട്ടിലെത്തി. കൊച്ചുമണി തമ്പുരാട്ടി അദ്ദേഹത്തെ കാത്ത് നിർനിമേഷയായി ഇരിക്കുകയായിരുന്നു. കുഞ്ഞിനെ കുറിച്ചുള്ള വിവരമാണ് അങ്ങോട്ട് ചോദിക്കാതെ തന്നെ തമ്പുരാട്ടി പറഞ്ഞു. എന്താണുണ്ടായത്? പറയൂ, അവളെവിടെ? ആകാംക്ഷയോടെ വർമ്മ തിരക്കി. നിങ്ങൾ അവിടെ പോയിട്ട് എന്തായി? കുഞ്ഞിനെ കുറിച്ച് പറയാതെ ആ സ്ത്രീ ചോദിച്ചു. അതൊക്കെ ഞാൻ പിന്നീട് പറയാം. അതല്ല, അതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതെ, അത് കാറ് കണ്ടു കിട്ടി. വാസുക്കുട്ടിയോ? വാസുക്കുട്ടിയെക്കുറിച്ച് യാതൊരു വിവരവും കിട്ടിയില്ല. എന്നാൽ കുഞ്ഞിന്റെ കാര്യം പറഞ്ഞവർ വാസുക്കുട്ടിയുടെ കാര്യവും സൂചിപ്പിച്ചു. എന്ത് പറഞ്ഞു? കുഞ്ഞിനെ ആരോ അപഹരിച്ചിരിക്കുന്നു. എന്ത്? ആരാണ്? ഉദ്യോഗത്തോടെ വർമ്മ ആരാഞ്ഞു. ആരാണെന്ന് പറഞ്ഞില്ല. നിങ്ങൾ വന്നാൽ വീണ്ടും വിളിക്കുമെന്ന് പറഞ്ഞു. വാസുകുട്ടിയുടെ കാര്യം അവർ എന്തോ പറഞ്ഞു. അയാൾ ഫോണിൽ പറയുന്ന വിവരങ്ങൾ പോലീസിൽ അറിയിച്ച വാസുക്കുട്ടിക്ക് നേരിട്ട അനുഭവം കുഞ്ഞിന് സംഭവിക്കുമെന്ന്. അയ്യോ, ആരാണ് ആ ദ്രോഹി? ആരാണോ? ഫോൺ ബെൽ ശബ്ദിച്ചു. വർമ്മ തന്നെയാണ് ഫോൺ എടുത്തത്. ഫോണിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നെറ്റി ചുളിഞ്ഞു വന്നു. ഫോൺ താഴെ വെച്ച് അദ്ദേഹം കൊച്ചമണിയെ നോക്കി. എന്താണ്? ആ വിളിച്ചവർക്ക് ആവശ്യം ശ്രീരാമന്റെ വിഗ്രഹമാണ്, വർമ്മ പറഞ്ഞു. അത്രേ ഉള്ളോ? അതങ്ങ് കൊടുത്തുകളാം, തമ്പുരാട്ടി നിസാര ഭാവത്തിൽ പറഞ്ഞു. നിനക്ക് അതിന്റെ രഹസ്യം അറിഞ്ഞുകൂടാ. എന്തോന്ന് രഹസ്യം? നമ്മുടെ അഞ്ജുവിനേക്കാൾ വലുതാണോ അത്? വർമ്മയ്ക്ക് അതിന് മറുപടിയില്ലായിരുന്നു. അദ്ദേഹം നിശബ്ദനായിരുന്നു. എന്താണ് ആലോചിക്കുന്നത്? ഇനി അവർ ഫോൺ ചെയ്യുമ്പോൾ ഒരു തീരുമാനം എടുത്തിരിക്കണം. ഫോൺ ബിൽ ശബ്ദിച്ചു. വർമ്മ റിസീവർ എടുത്തു. ഇത്തവണ ഫോൺ ചെയ്തത് കേരളവർമ്മ ആയിരുന്നു. 5 മിനിറ്റ് സമയം സംസാരം നീണ്ടു നിന്നു. എന്താണ്? കൊച്ചുമണി തമ്പുരാട്ടി അക്ഷമയോട് ചോദിച്ചു. അനുജനാണ് ഫോൺ ചെയ്തത്. അവിടെയുള്ള ലക്ഷ്മണന്റെ വിഗ്രഹം ആരോ മോഷ്ടിച്ചിരിക്കുന്നു പോലും. അതെങ്ങനെയും കണ്ടുപിടിക്കണമെന്നാണ് പറയുന്നത്. വിഗ്രഹം വളരെ ഭദ്രമായി പൂജാമുറിയിലാണ് വെച്ചിരുന്നത്. അത് ഇന്നലെ രാത്രിയിലാണ് നഷ്ടപ്പെട്ടത്. ഇപ്പോഴാണ് കണ്ടുപിടിച്ചത്. ഇവിടെ ഇപ്പോൾ ശ്രീരാമ വിഗ്രഹം വേണം പോലും. ആകെ കുഴഞ്ഞിരിക്കുന്നു. വിഗ്രഹം പോയെങ്കിൽ പോട്ടെ, നമുക്ക് മക്കളാണ് വലുത്. വർമ്മ മറുപടിയൊന്നും പറയാതെ ഇരുന്നു. സമയം പോകുന്നു, എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം. ഭാര്യ നിർബന്ധം പിടിച്ചു. കൊച്ചമണി, നിനക്ക് അറിഞ്ഞുകൂടാത്തൊരു വലിയ രഹസ്യം ആ വിഗ്രഹങ്ങൾക്കുണ്ട്. എന്തോന്ന്? കൊച്ചമണിക്ക് അത്ര താല്പര്യം തോന്നില്ല. ഞാൻ പറയാം. ഈ രാജവംശം വളരെ ധനസമൃദ്ധിയുള്ളതായിരുന്നു. ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് ഈ കുടുംബം വകയുള്ള എല്ലാ സ്വർണവും ആഭരണങ്ങളും അടക്കുന്ന ഒരു വലിയ നിധിശേഖരം എവിടെയോ മറവ് ചെയ്തു. അത് ക്ഷേത്രവളപ്പിൽ എവിടെയോ ആണെന്നാണ് ഊഹം. അത് എവിടെയാണ് എന്നുള്ളതിന്റെ രഹസ്യം അടങ്ങുന്ന വിവരം പകുതി പകുതിയായി ശ്രീരാമലക്ഷ്മണന്മാരുടെ വിഗ്രഹത്തിനുള്ളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഈ രഹസ്യം കേരളവർമ്മയ്ക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് മാത്രമേ അറിയാവൂ. അയാൾ ഭാര്യയ്ക്ക് അടിമയായതുകൊണ്ട് നിധിയെപ്പറ്റി അറിഞ്ഞാൽ അത് മുഴുവൻ ഭാര്യയുടെ ബന്ധുക്കൾ കവർന്നെടുക്കും. ഒടുവിൽ അയാൾ വെളിയിലുമാകും. അതുകൊണ്ട് അയാളുടെ മക്കൾ പ്രായപൂർത്തിയാകുന്നതുവരെ ഈ രഹസ്യം അയാളെ അറിയിക്കരുതെന്ന് എന്നെ അച്ഛൻ താക്കീത് ചെയ്തിരുന്നു. അതിന് വിപരീതമായി എനിക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. ഇപ്പോൾ അയാളുടെ കയ്യിലിരുന്ന പാതി രഹസ്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇന്നലെ രാത്രി നഷ്ടപ്പെട്ട ആ വിഗ്രഹത്തെക്കുറിച്ച് ആ വിഡ്ഢി ഇപ്പോഴാണ് അറിയുന്നത്. വർമ്മ പഴയ കഥ പറഞ്ഞു നിർത്തി. ഇനി എന്താ ചെയ്യുക? നമുക്ക് ആ പ്രതിമയും വേണ്ട, നിധിയും വേണ്ട, അഞ്ചു മാത്രം മതി. കൊച്ചമണി കരയുവാൻ ഭാവിച്ചു. കരയരുത്, നമുക്ക് സമാധാനമുണ്ടാക്കാം. ഇവിടെ ഇപ്പോൾ ഒരു കേസ് അന്വേഷണത്തിന് വന്നിട്ടുള്ള ഡിറ്റക്റ്റീവ് പുഷ്പരാജ് വളരെ കൂർമ്മ ബുദ്ധിക്കാരനാണ്. അദ്ദേഹവുമായി ഒന്ന് സംസാരിച്ചു നോക്കാം. പോലീസിനെ അറിയിക്കരുതെന്നല്ലേ പറയുന്നത്? ഇത് രഹസ്യമായി നമുക്ക് കൈകാര്യം ചെയ്യാം. വർമ്മ സ്റ്റേഷനിലേക്ക് ഡയൽ ചെയ്തു. ഡിറ്റക്റ്റീവ് പുഷ്പരാജ് സ്റ്റേഷനിൽ തന്നെ ഉണ്ടായിരുന്നു. വർമ്മയുടെ ആവശ്യപ്രകാരം അദ്ദേഹം വർമ്മയുടെ വസതിയിൽ വരാമെന്ന് സമ്മതിച്ചു. പുഷ്പരാജ് ഇൻസ്പെക്ടറെ വിവരം ധരിപ്പിച്ച ശേഷം ഒരു ടാക്സിയിൽ കയറി വർമ്മയുടെ വീട്ടിലേക്ക് തിരിച്ചു. വർമ്മയുടെ വസതിയുടെ 100 മീറ്റർ അകലെ കാർ നിർത്തി അദ്ദേഹം ഇറങ്ങി. ആരാണ് ഫോൺ ചെയ്തത്? ചെന്നയുടനെ പുഷ്പരാജ് ചോദിച്ചു. വളരെ വിശദമായി ഞാൻ പറയാം. വർമ്മ തങ്ങളുടെ കുടുംബത്തെക്കുറിച്ചുള്ള ചരിത്രം പറഞ്ഞു കേൾപ്പിച്ചു. ഓഹോ, അങ്ങനെയാണോ? പുഷ്പരാജ് ജനാലയിൽ കൂടി പുറത്തേക്ക് നോക്കി. 5 ഏക്കറോളം വരുന്ന ഒരു പുരയിടത്തിന്റെ കിഴക്ക് വശത്ത്
റോഡിൽ നിന്ന് ശരിക്ക് കാണാവുന്ന അകലത്തിലാണ് വർമ്മയുടെ 2 നില കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. വളരെ ഉയർന്ന മതിൽക്കെട്ടും അതിനു മുകളിൽ കുപ്പിച്ചില്ലും വെച്ചിട്ടുണ്ട്. പുരയിടത്തിൽ ഫലവൃക്ഷങ്ങളാണ് കൂടുതലും. അതിനുള്ളിൽ കയറുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഗേറ്റ് എപ്പോഴും പൂട്ടിയിരിക്കും. ഗൂർഖ കാവലുണ്ട്. അയാളുടെ കയ്യിൽ എപ്പോഴും നിറതൂക്ക് കാണും. ഗേറ്റിൽ വന്ന് ഗൂർഖയോട് കാര്യം പറഞ്ഞ് അയാൾ ഇന്റർകോം വഴി അനുവാദം ചോദിച്ച ശേഷം മാത്രമേ ഗേറ്റ് തുറക്കുകയുള്ളൂ. പുഷ്പരാജ് വരെ അങ്ങനെയാണ് ഉള്ളിൽ കടന്നത്. അത്തരത്തിലുള്ള കെട്ടുറപ്പുള്ള ഒരു സ്ഥലത്ത് വന്ന് എന്തെങ്കിലും കടത്തിക്കൊണ്ടുപോകുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് കുട്ടിയെ തട്ടിയെടുത്ത് ആ കുട്ടിയെ കാണിച്ച് തങ്ങൾക്ക് ആവശ്യമുള്ള വസ്തു കൈയടക്കാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ അങ്ങനെയാണല്ലേ? പുഷ്പരാജ് പറഞ്ഞു. ഇനി എന്താണ് മാർഗം? വർമ്മ ചോദിച്ചു. നിധിയെക്കുറിച്ച് നിങ്ങൾക്ക് യാതൊരു വിവരവുമില്ലേ? ഇല്ല, ഇതുവരെ അത് എവിടെയാണെന്ന് ഞങ്ങൾക്കും അറിഞ്ഞുകൂടാ. ആ നിലയ്ക്ക് പകുതി രഹസ്യം ആരോ ഇപ്പോൾ കൈയടക്കിയിരിക്കുകയാണ് അല്ലേ? അതെ. നിധിയൊന്നും നമുക്ക് വേണ്ട, നമ്മുടെ കുഞ്ഞിനെ കിട്ടിയാൽ മതി, കൊച്ചുമണി തമ്പുരാട്ടി പറഞ്ഞു. അങ്ങനെ പറയുന്നതിൽ തെറ്റില്ല. നമുക്ക് പണത്തെക്കാളും വലുത് കുഞ്ഞാണ്. പക്ഷേ നാം ബുദ്ധിപൂർവ്വം നീങ്ങിയില്ലെങ്കിൽ ചിലപ്പോൾ കുഞ്ഞിനും ആപത്താകും. അതെങ്ങനെ? കൊച്ചമണി ചോദിച്ചു. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ശ്രീരാമന്റെ വിഗ്രഹം കൊടുത്താൽ കുഞ്ഞിനെ തിരിച്ചു കിട്ടുമെന്ന് എന്താണൊരു ഉറപ്പ്? അതുകൊണ്ട് തന്ത്രപരമായി നാം നീങ്ങണം. കാരണം ഇത്തരത്തിലുള്ള വഞ്ചകന്മാർ ക്രൂരന്മാരുമായിരിക്കും. അവർക്ക് ജീവന് വലിയ വിലയൊന്നും കാണുകയില്ല. പുഷ്പരാജ് ചില അനുഭവങ്ങൾ ചിന്തിച്ചുകൊണ്ട് പറഞ്ഞു. എന്തു വേണമെന്നാണ് താങ്കൾ പറയുന്നത്? വർമ്മ പുഷ്പരാജിന്റെ അഭിപ്രായം ആരാഞ്ഞു. നമ്മുടെ എതിരാളി എന്തും ചെയ്യുവാൻ മടിക്കാത്ത ആളാണെന്ന് ഡ്രൈവറുടെ അനുഭവം കൊണ്ട് നമുക്കറിയാം. നമ്മെ അവന്റെ ചെയ്തുകളുടെ ക്രൂരത മനസ്സിലാക്കുവാനാണ് അവൻ ആ പാവം ഡ്രൈവറെ കൊലപ്പെടുത്തിയത്. അതുകൊണ്ട് ചിലപ്പോൾ അവന് വിഗ്രഹം കാണണമെന്ന് പറയും. നാം വിഗ്രഹം വച്ച ശേഷം മാറി നിൽക്കേണ്ടി വരും. അവൻ പരിശോധിക്കും. ഈ സമയമെല്ലാം കുട്ടി അവന്റെ കസ്റ്റഡിയിലായിരിക്കും. നാം കൊണ്ടുപോകുന്ന വിഗ്രഹം മായയാണെങ്കിൽ കുട്ടിക്ക് ആപത്താണ്. നമുക്ക് ഒരു വിഗ്രഹവും വേണ്ട, കൊച്ചമണി അക്ഷമയോടെ പറഞ്ഞു. അവർക്ക് എങ്ങനെയെങ്കിലും തൻ്റെ കുഞ്ഞിനെ കണ്ടാൽ മതിയെന്നായി. ഞാൻ പറയാം, നിങ്ങൾ ആ വിഗ്രഹം കാറിൽ കൊണ്ടുപോകണം. ഞാൻ ഡ്രൈവറായി വരാം. നിങ്ങൾ തനിച്ച് വണ്ടി ഓടിച്ചു വരാൻ അവർ നിർബന്ധിക്കും. പക്ഷേ ഇപ്പോഴത്തെ പരിസ്ഥിതിയിൽ തനിച്ച് വരാൻ പറ്റില്ലെന്ന് നിങ്ങൾ പറയണം. അതവൻ സമ്മതിക്കും. പുഷ്പരാജിന്റെ അഭിപ്രായം വളരെ നല്ലതാണെന്ന് വർമ്മയ്ക്ക് തോന്നി. അവിടെ നാം ചെന്നിട്ട്? വർമ്മ ചോദിച്ചു. അത് ഞാൻ പോംവഴി കണ്ടെത്തി പറയാം. ഈ സമയം ഫോൺ ബെൽ ശബ്ദിച്ചു. ജഗന്നാഥ വർമ്മ റിസീവർ എടുത്തു. അത് അക്രമി തന്നെയായിരുന്നു. എന്ത്? കടപ്പുറത്തോ? രാത്രി 2 മണിക്കോ? ഇന്ന് രാത്രിയോ? ശരി ശരി, ഞാൻ കൊണ്ടുവരാം. വർമ്മ റിസീവർ വെച്ച ശേഷം ദീർഘനിശ്വാസം ചെയ്തു. അജ്ഞാത കേന്ദ്രത്തിൽ നിന്ന് വന്ന ആ ഫോൺ സന്ദേശത്തെക്കുറിച്ച് ഡിറ്റക്റ്റീവ് പുഷ്പരാജ് ചിന്തിച്ചു. ജീവിതത്തിൽ വളരെയധികം ദുർഘടമായ രംഗങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. മഞ്ഞുറഞ്ഞു കിടക്കുന്ന ധ്രുവപ്രദേശങ്ങളിലും മഹാസാഗരങ്ങളുടെ അന്തർഭാഗത്ത് അന്തർവാഹിനികളിലും അദ്ദേഹം ശത്രുക്കളുടെ സങ്കേതങ്ങളിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അവിടെ നിന്നതൊക്കെ അദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെട്ട് തൻ്റെ കാര്യം സാധിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ നേരിട്ടുള്ള യുദ്ധങ്ങളായിരുന്നു. അങ്ങനെയുള്ള പോരാട്ടങ്ങൾ അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു. എന്നാൽ ഇപ്പോൾ താൻ അഭിമുഖീകരിച്ചിരിക്കുന്ന പ്രശ്നം ഒരു പിഞ്ചു കുഞ്ഞിനെ ചുറ്റിപ്പറ്റിയുള്ളതാണ്. അഞ്ജു എന്ന ഒരു ശിശുവാണ് ഇതിലെ കഥാപാത്രം. ആ പിഞ്ചു കുട്ടിയെ ഏതോ കാബാലികൻ കടത്തിക്കൊണ്ടു പോയിരിക്കുന്നു. അവൻ്റെ ലക്ഷ്യം എന്താണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഒരു പ്രതിമയ്ക്ക് വേണ്ടി അവൻ ആ കുട്ടിയെ എന്ത് ചെയ്യുമോ ആവോ. അവൻ്റെ ക്രൂരത തെളിയിക്കുവാൻ വാസുകുട്ടി എന്ന ഡ്രൈവറെ തലക്കടിച്ചു കൊന്നിരിക്കുന്നു. ആ കൊലപാതകം കൊണ്ട് അവൻ്റെ ഹൃദയത്തിൻ്റെ കാഠിന്യം വ്യക്തമാണ്. ഏതു തരത്തിലാണ് അവനെ നേരിടുക? ഫോൺ മെസ്സേജ് അനുസരിച്ച് അഞ്ജുവിനെ അവൻ കൊണ്ടുവരുമെന്ന് നിശ്ചയമാണോ? പുഷ്പരാജ് വർമ്മയോട് ചോദിച്ചു. അങ്ങനെയാണല്ലോ വാക്ക്, വർമ്മ പറഞ്ഞു. ഇവനെയൊക്കെ അത്ര കണ്ട് വിശ്വസിക്കാമെന്ന് തോന്നുന്നില്ല. പരീക്ഷിച്ചു നോക്കാം. അങ്ങനെയാണെങ്കിൽ ഞാനൊരു വിദ്യ പറയാം. എന്താണ്? വർമ്മ ചോദിച്ചു. താങ്കൾ പ്രതിമയുമായി പോകുന്നതിന് 2 മണിക്കൂർ മുമ്പ് ഞാൻ കടപ്പുറത്ത് ആരും തിരിച്ചറിയാത്ത രൂപത്തിൽ എത്താം. ആരും സംശയിക്കാത്ത രൂപത്തിൽ ഞാൻ അവിടെ കഴിയാം. ആ സമയത്ത് നിങ്ങൾ പ്രതിമയുമായി അവിടെ എത്തുക. പിന്നെ ഒരു നിർദ്ദേശം കൂടി എനിക്ക് വെക്കാനുണ്ട്. എന്താണ്? വർമ്മ തിരക്കി. ആ പ്രതിമ അവൻ ആവശ്യപ്പെട്ട സ്ഥിതിക്ക്
അതിനുള്ളിൽ എന്തോ വലിയ രഹസ്യമുണ്ടെന്ന് ഉറപ്പാണ്. ആ നിലയ്ക്ക് അത് നഷ്ടപ്പെടുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനുള്ളിൽ എന്തെങ്കിലും രഹസ്യമുള്ളതായി എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഈ സമയം തമ്പുരാട്ടി ഒരു ട്രേയിൽ ചായയുമായി കടന്നു വന്നു. അവൻ എന്താവശ്യപ്പെട്ടാലും കൊടുത്തോളൂ, അവൾ പറഞ്ഞു. അത് കൊടുക്കുന്നതിനല്ല, നമുക്ക് നമ്മുടെ കുട്ടിയാണ് ആവശ്യം. ആ പ്രതിമ മുഴുവൻ സ്വർണമാണെങ്കിൽ തന്നെയും അത് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ സംഭവ സ്ഥലത്ത് കാണും. പുഷ്പരാജ് അവിടെ നിന്നും ചായ കുടിച്ച് എണീറ്റു. കടപ്പുറത്ത് അരണ്ട വെളിച്ചമുണ്ടായിരുന്നു. ഒരു തോണിയുടെ മറവിൽ ഡിറ്റക്റ്റീവ് പുഷ്പരാജ് ഒരു മീൻപിടുത്തക്കാരന്റെ വേഷത്തിൽ വല നന്നാക്കുന്നതായി അഭിനയിച്ചുകൊണ്ടിരുന്നു. ഈ സമയം ഒരപരിചിതൻ കടപ്പുറത്തേക്ക് നടന്നു വന്നു. അയാൾ പാൻസും ഷർട്ടും ധരിച്ച് ഒരു രോമത്തൊപ്പിയും വച്ചിരുന്നു. മുഖത്ത് താടി വളർത്തിയിരുന്നു. അയാളാണ് മെക്കാനിക് ഉസ്മാൻ. മെക്കാനിക് ഉസ്മാനെ അറിയുന്ന ഒരു വലയമുണ്ട്. കാറുകളുടെ സ്പെയർ പാർട്സുകൾ സെക്കൻഡ് ഹാൻഡ് വിലയ്ക്ക് വിൽക്കുന്ന ആളുകൾക്കെല്ലാം അറിയാം. അവർക്ക് പലപ്പോഴും പൊളിക്കാനുള്ള വണ്ടികൾ ഉസ്മാൻ മുഖേനയാണ് ലഭിക്കാറുള്ളത്. ഇടിച്ച വണ്ടികൾ, പഴകിയ വണ്ടികൾ, ഇതൊക്കെ ഉസ്മാൻ കൊണ്ടുവരും. ഉസ്മാനും ഒരു വർക്ക്ഷോപ്പുണ്ട്. കാർ മെക്കാനിസത്തിൽ ഉസ്മാൻ അജയ്യനാണ്. 35 വയസ്സ് കഴിഞ്ഞ അയാൾ ഡ്രൈവിംഗിൽ ഒരു മാന്ത്രികനാണ്. ലോകത്തിലുള്ള ഏത് കാറുകളുടെ ഡോർ ലോക്ക് തുറക്കുവാനും അതിന് പാകത്തിലുള്ള സ്വിച്ച് കീ ഉപയോഗിക്കുവാനും ഉസ്മാൻ സമർത്ഥനാണ്. വിവാഹം കഴിഞ്ഞ അയാൾക്ക് കുട്ടികളില്ല. സാമ്പത്തിക ശേഷിയുള്ള അയാൾ ഒരു കുട്ടിക്ക് വേണ്ടി മറ്റൊരു വിവാഹത്തിന് ഒരുങ്ങിയിട്ടില്ല. ഉസ്മാനും ഭാര്യ ആമിനയും കോഴിക്കോട് നഗരത്തിന് 18 മൈൽ കിഴക്കാണ് താമസം. ഒരു ചുരുട്ട് പോച്ചുകൊണ്ട് ഉസ്മാൻ തിരമാലകൾ അടിക്കുന്ന കടലിലേക്ക് നോക്കി നിന്നു. കടപ്പുറത്ത് ഉസ്മാൻ ആരെയും കണ്ടില്ല. ഇടയ്ക്ക് വല കെട്ടുന്ന പുഷ്പരാജിനെ അയാൾ കണ്ടെങ്കിലും അതത്ര കാര്യമാക്കിയില്ല. മണി രാത്രി 12. ഒരു കാർ കിഴക്ക് നിന്നും പാഞ്ഞു വന്നു. കാറ് വരുന്നത് കണ്ടപ്പോൾ ഉസ്മാൻ കടൽ തീരത്തേക്ക് നടന്നു. ഒരു തോണിയുടെ മറവിലിരുന്നു. കറുത്ത അംബാസഡർ കാർ കടപ്പുറത്ത് വന്ന് നിന്നു. കാർ ഓടിച്ചിരുന്ന ആൾ പുറത്തിറങ്ങി ഒരു സിഗരറ്റും വലിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അയാൾ വടക്കോട്ട് കുറേ ദൂരം നടന്നുപോയി. അല്പം കഴിഞ്ഞപ്പോൾ ഉസ്മാൻ അവിടെ നിന്ന് എണീറ്റ് കാറിനടുത്ത് ചെന്നു. ഡോർ തുറന്ന് ഡ്രൈവർ സീറ്റിലിരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ ജഗന്നാഥവർമ്മയുടെ കാർ കിഴക്ക് നിന്ന് വന്ന് കറുത്ത അംബാസഡർ കാറിന്റെ അടുത്തായി നിന്നു. വർമ്മ ഡോർ തുറന്ന് ഒരു ബ്രീഫ് കേസുമായി പുറത്തിറങ്ങി നിന്നു. അപ്പോൾ വടക്കുവശത്തേക്ക് നടന്നു പോയ ആൾ തിരിച്ചു വന്നു. ഞാൻ പറഞ്ഞത് കൊണ്ടുവന്നിട്ടുണ്ടോ? അയാൾ വർമ്മയോട് ചോദിച്ചു. ഉണ്ട്. കാണട്ടെ. വർമ്മ ബ്രീഫ് കേസ് തുറന്ന് അതിനുള്ളിൽ നിന്നും പ്രതിമ പുറത്തെടുത്തു. നിലാവിൽ ആ പ്രതിമ തിളങ്ങി. എൻ്റെ മകളെവിടെ? വർമ്മ ചോദിച്ചു. ആ കാറിലുണ്ട്. അജ്ഞാതനായ ആ ആൾ മറുപടി പറഞ്ഞു. അവർ തമ്മിൽ സംസാരിക്കുന്നത് എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും അവിടെ അതിഭയങ്കരമായ ഒരു കള്ളക്കടത്ത് നടക്കുകയാണെന്ന് ഉസ്മാന് തോന്നി. താൻ കയറിയിരിക്കുന്ന കാറിന്റെ ഉടമയ്ക്കാണ് സ്വർണ്ണ നിർമ്മിതമായ സുമാർ 1.5 അടി നീളമുള്ള ആ പ്രതിമ ലഭിച്ചതെന്ന് ഉസ്മാന് മനസ്സിലായി. കുറഞ്ഞത് 10 ലക്ഷം രൂപയെങ്കിലും ആ പ്രതിമയ്ക്ക് വില വരുമെന്ന് ഉസ്മാൻ ഊഹിച്ചു. ആ നിലയ്ക്ക് തന്റെ ലക്ഷ്യം നിറവേറ്റുന്നതിൽ വലിയ അപാകതയൊന്നുമില്ലെന്ന് ഉസ്മാൻ കണക്കുകൂട്ടി. ഉസ്മാൻ പോക്കറ്റിൽ നിന്നും തന്റെ സന്തത സഹചാരിയായ താക്കോൽ കൂട്ടം വെളിയിലെടുത്തു. പെൻ ടോർച്ച് എടുത്തു. കാറിന്റെ സ്വിച്ച് കീയുടെ ദ്വാരവും കയ്യിലുള്ള താക്കോലുകളും തമ്മിൽ ഒന്ന് പരിശോധിച്ചു. പിന്നീട് അധികം താമസിക്കേണ്ടി വന്നില്ല. സ്വിച്ച് കീ കടത്തി കാർ സ്റ്റാർട്ട് ചെയ്തു. ഉസ്മാനെ സംബന്ധിച്ചിടത്തോളം കാർ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ കുറഞ്ഞത് 50 മീറ്റർ മുമ്പിലെത്തിക്കഴിയും. കാർ ചീറിപ്പാഞ്ഞുപോയി. അയ്യോ, എൻ്റെ മോൾ! വർമ്മ വിളിച്ചു പറഞ്ഞു. അജ്ഞാതനായ ആ മനുഷ്യനും ഒന്നും ചെയ്യുവാൻ നിവൃത്തിയില്ലാതെ നിന്നുപോയി. ഈ തക്കത്തിന് വർമ്മ അയാളുടെ കയ്യിൽ നിന്ന് പ്രതിമ തട്ടിപ്പറിച്ചു. അയാളും വിട്ടില്ല. ആ പ്രതിമയ്ക്ക് വേണ്ടി അവർ തമ്മിൽ കടപ്പുറത്തെ മണലിൽ കിടന്ന് ഒരു വലിയ മത്സരം നടന്നു. അത് കണ്ട് പുഷ്പരാജ് അവിടെ നിന്നും എണീറ്റ് വർമ്മയെ സഹായിക്കാനെത്തി. ഇത് കണ്ടപ്പോൾ അപരിചിതനായ മനുഷ്യന് എന്തോ സംശയം തോന്നി. അയാൾ അവിടെ നിന്നും ഓടി വള്ളങ്ങളുടെ ഇടയ്ക്കുകൂടി മറിഞ്ഞ് എങ്ങോ കടന്നു കളഞ്ഞു. എങ്കിലും പ്രതിമ വർമ്മയ്ക്ക് തന്നെ തിരിച്ചു കിട്ടി. ഏതായാലും ഒന്ന് നമുക്ക് സമാധാനിക്കാം. ആ ദ്രോഹിയുടെ കയ്യിൽ നിന്നും മിസ്റ്റർ വർമ്മയുടെ കുട്ടി രക്ഷപ്പെട്ടു. വരൂ, നമുക്ക് വേഗം എവിടെ നിന്ന് പോകാം. പുഷ്പരാജ് വർമ്മയെ പിടിച്ച് കാറിൽ കയറ്റി. പുഷ്പരാജിന്റെ സംസാരം കേട്ടപ്പോൾ വർമ്മയ്ക്ക് അല്പം സമാധാനം ലഭിച്ചു. തന്റെ മകളെ മറ്റാരോ ആണ് കൊണ്ടുപോയിരിക്കുന്നത്. അവളുടെ ജീവൻ അപകടത്തിലല്ലെന്ന് അദ്ദേഹം സ്വയം തീരുമാനിച്ചു.
വർമ്മ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. നമുക്ക് ഇന്ന് രാത്രി തന്നെ എല്ലാ സ്റ്റേഷനിലേക്കും വിവരം കൊടുക്കാം. നാളെ പത്രത്തിലും കുട്ടിയുടെ ചിത്രം കൊടുക്കാം. പത്രത്തിൽ ചിത്രം കൊടുക്കുന്നത് നല്ലതല്ല, വർമ്മ പറഞ്ഞു. അതെന്താ? കുട്ടിയെ കൊണ്ടുപോയിട്ടുള്ളവൻ അവന്റെ കയ്യാളുകളിൽ ആരെങ്കിലും ആണെങ്കിൽ അതിനെ അപകടപ്പെടുത്തുവാൻ നോക്കും. പോലീസ് രഹസ്യമായി അന്വേഷിക്കുന്നതാ നല്ലത്. ശരിയാണ്. താങ്കളുടെ കുട്ടിയെ കണ്ടുപിടിക്കാൻ ഞങ്ങൾ അങ്ങേയറ്റം ശ്രമിക്കും. വർമ്മയുടെ കാർ അദ്ദേഹത്തിന്റെ ബംഗ്ലാവിന്റെ മുന്നിലെത്തി. കൊച്ചമണി തമ്പുരാട്ടി ഉറക്കമിളച്ച് കാത്തിരിക്കുകയായിരുന്നു. ബ്രീഫ് കേസുമായി വർമ്മ അകത്തേക്ക് കടന്നു വന്നപ്പോൾ അവർ ഇതികർത്തവ്യമോടെയായി നിന്നുപോയി. അഞ്ജു എവിടെ? അവർ പെട്ടെന്ന് ചോദിച്ചു. എല്ലാം ഞാൻ വിശദമായി പറയാം, സമാധാനിക്കൂ. എന്താണുണ്ടായത്? വർമ്മ അവിടെ നടന്ന സംഭവം പറഞ്ഞു കേൾപ്പിച്ചു. അത് കേട്ട് കൊച്ചമണി തമ്പുരാട്ടി ബോധരഹിതയായി താഴെ വീണു. വർമ്മ അവരുടെ മുഖത്ത് വെള്ളം തളിച്ച് ഉണർത്തുവാൻ ശ്രമിച്ചു. അല്പസമയം കഴിഞ്ഞപ്പോൾ അവർക്ക് ബോധം വീണ്ടും കിട്ടി. കുട്ടിയെക്കുറിച്ച് തന്നെ അവർ സുബോധമില്ലാതെ സംസാരിച്ചുകൊണ്ടിരുന്നു. ഡിറ്റക്റ്റീവ് പുഷ്പരാജ് അഞ്ജുവിനെ കാണാതായ വിവരവും അവളെ കണ്ടുപിടിക്കാനുള്ള അടയാളവും കേരളത്തിലുള്ള എല്ലാ പോലീസ് കേന്ദ്രങ്ങളിലും അറിയിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അഞ്ജുവിനെക്കുറിച്ചുള്ള യാതൊരു വിവരവും ലഭിച്ചില്ല. ഉസ്മാൻ കാറുകൊണ്ട് നേരെ പോയത് വർക്ക്ഷോപ്പിലേക്കായിരുന്നു. അവിടെ എത്തിയ ഉടൻ തന്നെ നമ്പർ പ്ലേറ്റ് മാറ്റിയ ശേഷം കാറിന്റെ പെയിന്റ് പെട്ടെന്ന് തന്നെ മറ്റൊരു കളർ പെയിന്റ് കൊണ്ട് സ്പ്രേ ചെയ്തു. ഒറ്റ നോട്ടത്തിൽ പെയിന്റ് ചെയ്യുവാൻ കൊണ്ടുവന്ന വണ്ടിയാണെന്നേ തോന്നുമായിരുന്നുള്ളൂ. വണ്ടി വർക്ക്ഷോപ്പിന്റെ ഉൾഭാഗത്തേക്ക് കയറ്റിയിടാൻ തീരുമാനിച്ചുകൊണ്ട് കാർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പിന്നിൽ ഒരു കുട്ടിയുടെ കരച്ചിൽ കേട്ട് ഉസ്മാൻ അത്ഭുതപ്പെട്ടുപോയി. ആദ്യം തനിക്ക് വെറുതെ തോന്നിയിരിക്കുമെന്നാണ് കരുതിയത്. കാറിന്റെ പുറകിൽ ലൈറ്റ് ഇട്ടപ്പോൾ 5 വയസ്സോളം പ്രായമുള്ള ഒരു കുട്ടി സീറ്റിൽ എണീറ്റിരിക്കുന്നതാണ് കണ്ടത്. കുട്ടിയെ കണ്ടപ്പോൾ ഉസ്മാന് എന്തെന്നില്ലാത്ത ആഹ്ലാദമാണ് തോന്നിയത്. മോളേതാ? അഞ്ജു. മോളുടെ വീട് എവിടെയാ? അങ്ങ് ദൂരെയാ. ദൂരെന്ന് വെച്ചാ? എനിക്ക് അറിയൂല. ഉസ്മാന്റെ ചിന്ത മറ്റൊരു വഴിക്ക് തിരിഞ്ഞു. കുട്ടിയെ പോലീസിൽ ഏൽപ്പിച്ചാൽ തനിക്ക് എങ്ങനെ കുട്ടിയെ കിട്ടിയെന്നും മറ്റുമുള്ള കാര്യങ്ങൾ അവർ ചോദിക്കും. അതോടെ തൻ്റെ കള്ളി വെളിച്ചത്താവും. ഇന്ന് വരെ താൻ നടത്തിയിട്ടുള്ള കാർ മോഷണങ്ങളും അതുപോലെ മറ്റെല്ലാവരും നടത്തിയിട്ടുള്ള മോഷണങ്ങളും തൻ്റെ ചുമലിൽ പതിയും. ചിലപ്പോൾ കൊലപാതകങ്ങൾ വരെ അതിൻ്റെ കൂടെ കണ്ടെന്നു വരും. അതുകൊണ്ട് കുട്ടിയെ വീട്ടിൽ കൊണ്ടുപോയി ഭാര്യയെ കാണിച്ച ശേഷം ഒരു തീരുമാനമെടുക്കാമെന്ന് അയാൾ കരുതി. താൻ സാധാരണ ഉപയോഗിക്കുന്ന പഴയ കാറിൽ അഞ്ജുവിനെയും കയറ്റി അയാൾ വീട്ടിലേക്ക് ഓടിച്ചുപോയി. ഉസ്മാന്റെ ഭാര്യ ആമിനയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തെക്കുറിച്ച് യാതൊന്നും അറിയാത്ത ഒരു പാവമായിരുന്നു. അയാൾ എന്ത് പറഞ്ഞാലും കണ്ണു മടച്ച് വിശ്വസിക്കുകയാണ് അവളുടെ പതിവ്. എത്ര രാത്രിയായാലും ഉസ്മാൻ വരാതെ അവൾ ഉറങ്ങുകയില്ല. മാത്രമല്ല 6-7 മുറികളുള്ള ആ വീട്ടിൽ അവൾ എപ്പോഴും തനിച്ചായിരിക്കും. വേലക്കാരെ നിർത്തുന്നതിൽ ആമിനയ്ക്ക് താല്പര്യമില്ല. ആമിന ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു. മണി 1 കഴിഞ്ഞിരുന്നു. അകലെ ഉസ്മാന്റെ കാറിന്റെ ഹോൺ കേട്ടിരുന്നു. അവർ ഗ്രന്ഥം അടയാളം വെച്ച് മടക്കിയ ശേഷം എണീറ്റ് ജനാല വഴി പുറത്തേക്ക് നോക്കി. കാർ പോർച്ചിൽ വന്ന് നിന്നു. ഉസ്മാൻ കുട്ടിയെയും എടുത്തുകൊണ്ട് വാതിൽക്കൽ എത്തിയപ്പോൾ അവർ വാതിൽപ്പാളി തുറക്കുകയും ചെയ്തു. ഉസ്മാന്റെ ഒക്കത്ത് അപരിചിതയായ ഒരു പെൺകുട്ടിയെ കണ്ടപ്പോൾ ആമിന അന്താളിച്ച് നിന്നുപോയി. ഇത് ഏതാ? അവർ ചോദിച്ചു. ഒക്കെ പറയാം. അയാൾ അകത്തു കയറി വാതിലടച്ച് തഴുതിട്ടു. അർദ്ധരാത്രി കഴിഞ്ഞ സമയം. ഭർത്താവ് ഒരു പിഞ്ചുകുട്ടിയുമായി വീട്ടിൽ വന്നത് കണ്ടപ്പോൾ ആമിനയുടെ മനസ്സിൽ സംശയത്തിന്റെ നാളം ആളിക്കത്തി. അവസാനം ആമിനയോട് നടന്ന സംഭവം പറയുവാൻ തന്നെ തീരുമാനിച്ചു. കൂടുതലൊന്നും ചോദിക്കരുതേ, ഈ കുട്ടിയെ കടപ്പുറത്തു നിന്ന് കിട്ടിയതാ, ഉസ്മാൻ പറഞ്ഞു. ആമിന അഞ്ജുവിന്റെ മുഖത്തും ഉസ്മാന്റെ മുഖത്തും മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു. ആ കുട്ടി ഉസ്മാന്റെ കുട്ടിയാണെന്ന് വരെ അവളുടെ മനസ്സ് ഊഹിച്ചെടുത്തു. അവളുടെ സംശയകരമായ നോട്ടം കണ്ടപ്പോൾ അവൾ തന്നെ സംശയിക്കുന്നതായി അയാൾക്ക് തോന്നി. നീ ആരോടും പറയരുതേ, ഉസ്മാൻ തുടർന്നു. ഞാൻ കടപ്പുറത്ത് ചെന്നപ്പോൾ ഒരാൾ ഈ കുട്ടിയെ കാറിൽ നിന്ന് എടുത്തുകൊണ്ട് ഓടുന്നത് കണ്ടു. അയാളും ഞാനും തമ്മിൽ ഒരു ഏറ്റുമുട്ടലിന് ശേഷം കുട്ടിയെ ഞാൻ വീണ്ടെടുത്തു. അപ്പോഴേക്കും ഇതിന്റെ ഉടമസ്ഥൻ എന്നെ വളയാൻ ശ്രമിച്ചു. ഒടുവിൽ ഞാൻ കുട്ടിയെ മോഷ്ടിച്ചതാണെന്ന് അവർ കരുതുമല്ലോ എന്ന് കരുതി ഞാൻ കുട്ടിയെ കൊണ്ട് അതിവേഗം കാറോടിച്ച് പോരുകയാണ് ചെയ്തത്. ആരെങ്കിലും കുട്ടിയെ തപ്പി വരുമോ? ആമിനി ചോദിച്ചു. അത് അറിഞ്ഞുകൂടാ. പിന്നെ ഞാൻ നിശ്ചയിച്ചു, നമുക്ക് കുട്ടികളില്ലല്ലോ, പടച്ചൻ തന്നതാണെന്ന് വിചാരിച്ചോണ്ടാ മതി. അഞ്ജുവിനെ കണ്ടപ്പോൾ ആമിനിക്കും ആഗ്രഹം തോന്നിയിരുന്നു. പിന്നീടാണ് സംശയങ്ങൾ ഉടലെടുത്തത്.
ഇപ്പോൾ അത് മാറിയിരിക്കുന്നു. കുട്ടിയെ വളർത്തുവാൻ തന്നെ അവൾ തീരുമാനിച്ചു. ഇത് ഏത് തരക്കാരുടെ കുട്ടിയാ? ആമിനി ചോദിച്ചു. അതൊന്നും അറിഞ്ഞുകൂടാ. കുട്ടി ഉണരുമ്പോൾ നമുക്ക് ചോദിച്ചറിയാം. അടുത്ത ദിവസം രാവിലെ ആമിന ഉണർന്നു നോക്കിയപ്പോൾ കുട്ടി ഉറങ്ങുകയായിരുന്നു. അവൾ കുട്ടിക്ക് വേണ്ടി പ്രത്യേകം പാല് കാച്ചി വെച്ചു. നേരെ പുലർന്നപ്പോൾ കുട്ടി ഉണർന്നു. അവൾ അങ്ങുമിങ്ങും അമ്പരപ്പോടെ നോക്കി. തനിക്ക് അപരിചിതമായ പരിസരം കണ്ടപ്പോൾ കുട്ടി ഭയന്നു നിലവിളിക്കാൻ തുടങ്ങി. ആമിന കുട്ടിയെ ആശ്വസിപ്പിച്ചു. മോടെ പേരെന്തുവാ? ആമിന ചോദിച്ചു. അഞ്ജുനാ. പേര് കേട്ടപ്പോൾ മുസ്ലിം കുട്ടിയല്ലെന്ന് ആമിനയ്ക്ക് മനസ്സിലായി. പാല് കുടിച്ചു കഴിഞ്ഞപ്പോൾ കുട്ടി ആമിനയുമായി ഇണങ്ങി. ഉസ്മാൻ കുളി കഴിഞ്ഞ് വന്നപ്പോൾ കുട്ടിയെ എടുത്ത് താലോചിച്ചു. വേലക്കാരൻ വാസുക്കുട്ടിയുടെ ലാളനകൾ മാത്രം അനുഭവിച്ചറിഞ്ഞ അഞ്ജു ആമിനയുടെയും ഉസ്മാന്റെയും വാത്സല്യത്തിൽ വീണുപോയി. മോടെ പേര്? ഉസ്മാൻ ചോദിച്ചു. അഞ്ജു. അപ്പോ എന്നോട് പറഞ്ഞതും അത് തന്നെയാ, ആമിന പറഞ്ഞു. ഈ പേരൊന്ന് മാറിയാലെന്താ? ഉസ്മാൻ ആമിനയെ നോക്കി. അത് നല്ലതാ, ഞാനും അത് നിരീച്ചു. ഈ പേര് വിളിച്ചാൽ ആരെങ്കിലും അറിയും. നമുക്ക് നമ്മുടെ പേര് കൊടുത്താലോ? തൽക്കാലം കൊടുക്കാം. പിന്നെ വളർന്നു വലുതാക്കുമ്പോൾ അതിനിഷ്ടമുള്ള മതത്തിൽ ചേർന്നോട്ടെ. അവർ രണ്ടുപേരും കൂടി അഞ്ജുവിന് ഒരു പേര് കണ്ടുപിടിക്കാൻ ശ്രമിച്ചു. ഒടുവിൽ ആമിന ഒരു പേര് നിർദ്ദേശിച്ചു. ഷക്കീല, അവൾ പറഞ്ഞു. ഉസ്മാനും ഇഷ്ടമായി. ഈ കുട്ടി എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ നീ എന്തു പറയും? ഉസ്മാൻ ആമിനയോട് ചോദിച്ചു. പേർഷ്യയിൽ പോയ അബ്ദുവിൻ്റെ മകളാണെന്ന് പറയാം. ഇപ്പോൾ അവർ രണ്ടുപേരും അവിടെ അല്ലേ? ആമിനയുടെ മൂത്ത സഹോദരൻ അബ്ദു വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഗൾഫിൽ പോയിരുന്നു. അയാൾ ഭാര്യയുമായി അവിടെയാണ് താമസിക്കുന്നത്. അവരെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും സ്ഥലവാസികൾക്ക് അറിഞ്ഞുകൂടാ. കോട്ടയംകാരനായ ഉസ്മാൻ കോഴിക്കോട്ട് വന്ന് സ്ഥിരതാമസമാക്കിയിട്ട് 10 വർഷങ്ങളെ ആയിട്ടുള്ളൂ. അതുകൊണ്ട് അയാളുടെ കുടുംബത്തെപ്പറ്റി അവിടെയുള്ളവർക്ക് കൂടുതലൊന്നും അറിഞ്ഞുകൂടായിരുന്നു. മാത്രമല്ല ഉസ്മാന്റെ കുടുംബവുമായിട്ട് അടുപ്പമൊന്നും ഇല്ലായിരുന്നു. ചുറ്റും മതിലും കെട്ടി ഗേറ്റും വച്ചിരിക്കുന്ന ആ പുരയിടത്തിനുള്ളിൽ ആരും കടന്നു വരാറില്ലായിരുന്നു. അതുകൊണ്ട് അഞ്ജുവിനെ രഹസ്യമായി അതിനുള്ളിൽ താമസിപ്പിക്കുവാൻ അവർക്ക് കഴിഞ്ഞു. ഏതാണ്ട് 1 മാസം കഴിഞ്ഞപ്പോൾ അഞ്ജു അവരുമായി ഇണങ്ങി. അവളുടെ യഥാർത്ഥ പേര് പോലും അവൾ മറന്നു കഴിഞ്ഞിരുന്നു. അവൾ ഷക്കീലയായി മാറിക്കഴിഞ്ഞിരുന്നു. 1 വർഷം കഴിഞ്ഞപ്പോൾ ഉസ്മാൻ ഷക്കീലയെ സ്കൂളിലാക്കി. അവളെ രാവിലെ ഉസ്മാൻ തന്നെ കാറിൽ കൊണ്ടുപോവുകയും വൈകുന്നേരം തിരിച്ചു കൊണ്ടുവരികയും ചെയ്തിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. ഷക്കീല ഒരു യുവതിയായി മാറിക്കഴിഞ്ഞിരുന്നു. അവൾ കോളേജിലാണ് പഠിക്കുന്നത്. ഉസ്മാൻ അവളെ ഹോസ്റ്റലിലാണ് താമസിപ്പിച്ചിരിക്കുന്നത്. ഉസ്മാൻ സാമ്പത്തികമായി വളരെ ഉയർന്നിരുന്നു. ഇന്ന് അയാൾ ഒരു വലിയ വർക്ക്ഷോപ്പിന്റെ ഉടമയാണ്. എങ്കിലും തൻ്റെ പഴയ പരിപാടി അയാൾ മറന്നിട്ടില്ലായിരുന്നു. ജഗന്നാഥവർമ്മ അപ്പോഴും തൻ്റെ മകളെക്കുറിച്ച് തന്നെ ചിന്തിച്ചു കഴിഞ്ഞു. വർഷങ്ങൾ കഴിഞ്ഞിട്ടും തമ്പുരാട്ടിക്ക് സുബോധം വീണ്ടുകിട്ടിയിരുന്നില്ല. 4-5 വയസ്സുള്ള പെൺകുട്ടികളെ കാണുമ്പോൾ അവർ അഞ്ജു എന്ന് വിളിച്ച് മാരിയെടുക്കും. അവരുടെ മനസ്സിൽ അഞ്ജു വളർന്നിട്ടില്ലായിരുന്നു. ഒരു ദിവസം രാത്രി വർമ്മ കോഴിക്കോട്ട് നിന്നും കുന്ദമംഗലത്തേക്ക് കാറോടിച്ചു വരികയായിരുന്നു. സമയം രാത്രി 10 മണി കഴിഞ്ഞിരുന്നു. വഴിയിൽ ഒരു അംബാസഡർ കാർ ബോണറ്റ് ഉയർത്തി വെച്ചിരിക്കുന്നത് അദ്ദേഹം ദൂരെ വെച്ച് കണ്ടിരുന്നു. അടുത്ത് ചെന്നപ്പോൾ കാറിനടുത്തു നിന്നും ഒരു സ്ത്രീ പെട്ടെന്ന് കൈനീട്ടി. വർമ്മ കാറ് നിർത്തി. ആ സ്ത്രീ സുന്ദരിയായിരുന്നു. അവരുടെ കൈത്തണ്ടകളിൽ കല്ലുവെച്ച സ്വർണവളകൾ തിളങ്ങിയിരുന്നു. കഴുത്തിൽ ആവശ്യത്തിലേറെ ആഭരണങ്ങൾ കണ്ടിരുന്നു. വർമ്മ കാറ് നിർത്തിയപ്പോൾ ബോണറ്റ് ഉയർത്തി എന്തോ റിപ്പയർ നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾ തല പൊന്തിച്ച് വർമ്മയെ നോക്കിയ ശേഷം അടുത്തേക്ക് വന്നു. ഹലോ, മിസ്റ്റർ വർമ്മയല്ലേ? അയാൾ ചോദിച്ചു. അതെ. എന്നെ മനസ്സിലായില്ലേ? ആ മനുഷ്യൻ ചോദിച്ചു. ഇല്ല, ഞാൻ സബ് കളക്ടർ രാമചന്ദ്രനാണ്. 2 ദിവസം മുമ്പാണ് ഡ്യൂട്ടിക്ക് കയറിയത്. നിങ്ങളെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. വൈദബായി, ഇതെൻ്റെ ഭാര്യയാണ്. ഞങ്ങൾ മുക്കത്തേക്ക് പോവുകയാണ്. അവിടെ ഇവളുടെ അമ്മാവൻ താമസിക്കുന്നുണ്ട്. കാറ് എന്തോ ഞാൻ നോക്കിയിട്ട് ശരിയാക്കുന്നില്ല, അയാൾ പറഞ്ഞു. അതിനെന്താ, ഞാൻ കൊണ്ടുപോയി അവിടെ ആക്കാമല്ലോ, വർമ്മ പറഞ്ഞു. സബ് കളക്ടറെയും ഭാര്യയെയും രാത്രി 10 മണി സമയത്ത് അവിടെ ആക്കിയിട്ട് പോകുന്നത് ശരിയല്ലെന്ന് വർമ്മയ്ക്ക് തോന്നി. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ശരീരത്തിൽ ധാരാളം ആഭരണങ്ങളുണ്ട്. ഇപ്പോഴത്തെ സ്ഥിതിയാണെങ്കിൽ കുറ്റവാളികളുടെ കാലമാണ്. വലിയ യാത്ര ചെയ്യുന്നവരെ കൂടി ലിഫ്റ്റ് ചോദിക്കാതെ അകത്ത് കയറ്റി കൊള്ളയടിക്കുന്ന പതിവാണ് കണ്ടുവരുന്നത്.
സബ് കളക്ടർ എന്ന് പറഞ്ഞാൽ അവർ ആദ്യം ചെയ്യുന്നത് കൊലപാതകമായിരിക്കും. ആ നിലയ്ക്ക് അദ്ദേഹത്തെയും ഭാര്യയെയും വീട്ടിൽ കൊണ്ടു ചെന്നാക്കുന്നത് തികച്ചും ഉചിതമാണെന്ന് വർമ്മയ്ക്ക് തോന്നി. എന്തായാലും രാത്രിയായില്ലേ, ഞാൻ കൊണ്ടുപോയി ആക്കാം, വർമ്മ പറഞ്ഞു. വലിയ ഉപകാരം. കാർ ഇവിടെ തന്നെ കിടന്നോട്ടെ. അയാൾ ബോണറ്റ് താഴ്ത്തി അമർത്തിയ ശേഷം ഡോർ അടച്ച് ലോക്ക് ചെയ്തു. വർമ്മയുടെ കാറിന്റെ പിൻസീറ്റിൽ അവർ ഇരുവരും കയറി. എവിടെയാണ് താമസിക്കുന്നത്? കാർ മുന്നോട്ട് നീങ്ങി അല്പം കഴിഞ്ഞപ്പോൾ വർമ്മ ചോദിച്ചു. ഈസ്റ്റ് നടക്കാവിൽ. വാടകയ്ക്കാണോ? അതെ, ഒരു റിട്ടയർഡ് ഫോറസ്റ്റ് ഓഫീസറുടേതാണ്. വിരോധമില്ലെങ്കിൽ മറ്റൊരു വീട് ഞാൻ തയ്യാറാക്കി തരാം, വർമ്മ പറഞ്ഞു. എവിടെയാണ്? മെഡിക്കൽ കോളേജിനടുത്താണ്. എല്ലാ സൗകര്യങ്ങളുമുണ്ട്. നോക്കട്ടെ, ആലോചിക്കാം. അസൗകര്യമില്ലെങ്കിൽ നാളെ തന്നെ നോക്കിക്കോളൂ, വർമ്മ പറഞ്ഞു. ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, സബ് കളക്ടർ തിരക്കി. എന്താണ്? ഏതാണ്ട് 15 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ മകളെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? എന്ത്? വർമ്മയുടെ വലതുകാൽ ആക്സിലേറ്ററിൽ നിന്നും ബ്രേക്കിലേക്ക് മാറി അമർന്നു. ഒരു സീൽക്കാരം പുറപ്പെടുവിച്ചുകൊണ്ട് കാർ റോഡിന്റെ ഇടതുവശത്തേക്ക് മാറി നിന്നു. താൻ മറക്കാൻ ശ്രമിച്ചതും എന്നാൽ ഓർമ്മയിൽ എപ്പോഴും കടന്നു വരുന്നതുമായ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തൻ്റെ മുമ്പിലിരിക്കുന്ന ആൾ ഇപ്പോൾ സൂചിപ്പിച്ചത്. തനിക്ക് തികച്ചും അപരിചിതനായ സബ് കളക്ടർ 15 വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ തൻ്റെ മകളെക്കുറിച്ച് തിരക്കുന്നു. ആ വിവരം എങ്ങനെയാണ് ഇദ്ദേഹം അറിഞ്ഞത്? ഞാൻ പറഞ്ഞത് ശരിയല്ലേ, സബ് കളക്ടർ ചോദിച്ചു. അതെ. ആ കുട്ടിയെക്കുറിച്ച് വിവരങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. നിങ്ങൾ പിന്നീട് അന്വേഷിച്ചില്ലേ? അന്വേഷിക്കാതിരിക്കുമോ? എന്നിട്ട്? ഇതുവരെ യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. പിന്നെ അതേക്കുറിച്ച് അറിവുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ സ്ഥലം മാറി പോവുകയോ പെൻഷൻ പറ്റുകയോ ചെയ്തിട്ടുണ്ട്. സാർ ഇതെങ്ങനെ അറിഞ്ഞു? ആ ഫയൽ ഇപ്പോഴും ക്ലോസ് ചെയ്തിട്ടില്ല. കൊള്ളാം. 15 വർഷം മുമ്പ് നഷ്ടപ്പെട്ട എൻ്റെ മകളെ കണ്ടാൽ അവക്കോ എനിക്കോ എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? പക്ഷേ നിയമപ്രകാരം അന്വേഷണം നടക്കുന്നുണ്ട്, അയാൾ പറഞ്ഞു. സാർ എപ്പോഴാണ് ആ വിവരം അറിഞ്ഞത്? വർമ്മ ചോദിച്ചു. ഇവിടെ ചാർജ് എടുത്ത അന്ന് തന്നെ ഞാൻ വിവരം അറിഞ്ഞു. അവൾ ജീവിച്ചിരിപ്പുണ്ടോ ആവോ? വർമ്മ തൻ്റെ മകളുടെ 5 വയസ്സിലെ രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് പറഞ്ഞു. നിങ്ങളുടെ മകൾ എങ്ങനെയാണ് നഷ്ടപ്പെട്ടത്? അതൊരു വലിയ കഥയാണ്. നിങ്ങൾക്ക് നാഗേന്ദ്രവർമ്മ എന്നൊരു അളിയനുണ്ടോ? ഉണ്ട്. ഇപ്പോൾ അയാളെക്കുറിച്ച് വല്ല വിവരവുമുണ്ടോ? അയാൾ ഡൽഹിയിലുണ്ട്. നിങ്ങൾക്ക് അയാളുമായി സമ്പർക്കമൊന്നുമില്ലേ? ഉണ്ടല്ലോ, കഴിഞ്ഞ ആഴ്ചയിലും ഇവിടെ വന്നിരുന്നു. നിങ്ങളെക്കുറിച്ചുള്ള എന്തെങ്കിലും കുടുംബരഹസ്യം അയാൾക്കറിയാമായിരുന്നോ? എനിക്ക് നിശ്ചയമില്ല. നിങ്ങളുടെ കുട്ടിയെ അയാളാണ് കൊണ്ടുപോയതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഏയ്, അങ്ങനെ ഒരിക്കലുമില്ല. നാഗേന്ദ്രൻ്റെ സഹോദരിയാണ് എൻ്റെ ഭാര്യ. എൻ്റെ ഭാര്യയുടെ മകളാണ് നഷ്ടപ്പെട്ടത്. എന്തിനാണ് നിങ്ങളുടെ മകൾ നഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ പറഞ്ഞില്ലല്ലോ? അതൊരു നിസ്സാര കാര്യമാണ്. നിസ്സാരമെന്ന് പറഞ്ഞാൽ ഒരു പ്രതിമയുടെ പേരിലുണ്ടായ തർക്കമാണ്. പ്രതിമയോ? അതെ. സ്വർണമാണോ? അല്ലെന്നുള്ളതാണ് അതിൻ്റെ രഹസ്യം. സ്വർണമല്ലാത്ത ഒരു വെറും പ്രതിമയ്ക്ക് വേണ്ടി മകളെ തട്ടിക്കൊണ്ടുപോകണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഏതോ വലിയ രഹസ്യമുണ്ട്. എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ഞാനൊരു കാര്യം പറയാം. ആ പ്രതിമ മറ്റാർക്കെങ്കിലും കൈമാറ്റം ചെയ്യുന്നതിൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ? ഞങ്ങളുടെ കുടുംബവക ക്ഷേത്രത്തിലെ രാമലക്ഷ്മണന്മാരുടെ പ്രതിമകൾ വീതം വെച്ചപ്പോൾ എനിക്ക് ലഭിച്ചത് ശ്രീരാമനെ ആയിരുന്നു. ആ പ്രതിമയ്ക്കുള്ളിൽ എന്തെങ്കിലും രഹസ്യങ്ങളുള്ളതായിട്ട് അറിയാമോ? എന്തോ രഹസ്യമുണ്ടായിരിക്കണമല്ലോ, അല്ലെങ്കിൽ എൻ്റെ അനുജന് ലഭിച്ച ലക്ഷ്മണന്റെ പ്രതിമ നഷ്ടപ്പെടുകയില്ലല്ലോ. അപ്പോൾ അതും നഷ്ടപ്പെട്ടോ? ഉവ്. ഇതൊക്കെ നാഗേന്ദ്രന്റെ പണിയായിക്കൂടെ? നിങ്ങളിങ്ങനെ നാഗേന്ദ്രനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എന്തുകൊണ്ടോ എനിക്ക് നാഗേന്ദ്രനെ സംശയം തോന്നുന്നു. ജഗന്നാഥവർമ്മയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒന്ന് ചിന്തിച്ചിട്ടേ ഇല്ലായിരുന്നു. മകളെ കാണാതായ സന്ദർഭം മുതൽ നാഗേന്ദ്രനെ സംശയമുണ്ടായിരുന്നത് അവരുടെ കാര്യദർശിയായിരുന്ന വിക്രമൻ നായർക്കായിരുന്നു. വിക്രമൻ നായർ കൊട്ടാരം വക കാര്യദർശിയായിരുന്നു. ജഗന്നാഥവർമ്മയും കേരളവർമ്മയും സ്വത്തുക്കൾ ഭാഗം വെച്ച് പിരിഞ്ഞപ്പോൾ അതിൻ്റെ മേൽനോട്ടം വിക്രമൻ നായർക്കായിരുന്നു. വിക്രമൻ നായർ അത്രയും നാൾ അവരെ സേവിച്ചതിൻ്റെ പാരിതോഷികമായി 1 ലക്ഷം രൂപ പണമായി ലഭിച്ചു. പക്ഷേ ഒരാഴ്ചയ്ക്കകം ഒരു കാർ അപകടത്തിൽ വിക്രമൻ നായർ കൊല്ലപ്പെട്ടു. നാഗേന്ദ്രൻ വിക്രമൻ നായരെ കൊന്നതാണെന്ന്
ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? വർമ്മയ്ക്ക് സംശയങ്ങൾ അങ്കുരിച്ചു. കേരളവർമ്മയുടെ കൈവശമുണ്ടായിരുന്ന ലക്ഷ്മണന്റെ പ്രതിമ കളവ് പോയതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. എങ്കിൽ അത് അപഹരിച്ചത് നാഗേന്ദ്രനായിക്കൂടെ? ജഗന്നാഥവർമ്മയ്ക്ക് തന്റെ മസ്തിഷ്കത്തിൽ ഒരു ചിലന്തി കൂട് കെട്ടുന്നത് പോലെ തോന്നി. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങളുമായി നാളെ കാണാം. നന്ദി.